CMA CAT through CMA Intermediate join ചെയ്തൊരു സ്റ്റുഡൻ്റ് ആണോ? CMA CAT through CMA Intermediate join ചെയ്യുന്ന സ്റ്റുഡൻസിന് ഇൻ്റർമീഡിയറ്റിലെ പേപ്പർ 5 ബിസിനസ് ലോ ആൻഡ് എത്തിക്സ് എന്ന പേപ്പറിന് ഒരു എക്സംഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു എക്സംഷൻ വിത്ഡ്രോ ചെയ്യുകയും ഉണ്ടായി. പക്ഷേ ഇപ്പോഴും ഈ ഒരു എക്സംഷൻ്റെ കാര്യത്തിൽ കുറേ അധികം കൺഫ്യൂഷൻസ് ഉണ്ടല്ലേ. ഈ എക്സംഷൻ ഓൾറെഡി വിത്ഡ്രോ ചെയ്തില്ലേ, ഇനി ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ? ജൂൺ എക്സാമിന് ഈ ഒരു എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഡിസംബർ എക്സാമിന് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ആർക്കൊക്കെയാണ് ഈ എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്? ഇതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്നാണ് എന്നിങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആൻസറാണ് ഈ വീഡിയോ. ആർക്കൊക്കെയാണ് നമ്മുടെ CMA ഇൻ്റർമീഡിയറ്റിലേക്ക് വരുമ്പോൾ പേപ്പർ 5 ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ് എന്ന പേപ്പറിന് എക്സംഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത്? CAT പാർട്ട് 1 എക്സാം പാസ്സായി അത് ത്രൂ CMA ഇൻ്റർമീഡിയറ്റിൽ രജിസ്ട്രേഷൻ എടുത്ത സ്റ്റുഡൻസിനാണ് ഒരു എക്സംഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ദെൻ നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ 2022 സിലബസിൽ ഇൻ്റർമീഡിയറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിനാണ് ഈ ഒരു എക്സംഷൻ കിട്ടുക. ഇനിയിപ്പോൾ 2016 സിലബസിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇനി എന്തായാലും നമുക്ക് 2022 സിലബസേ ഉള്ളൂ, ന്യൂ സിലബസേ ഉള്ളൂ. അപ്പോൾ 2016 സിലബസിൽ നിന്നും 2022 സിലബസിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ CAT ത്രൂ വന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്കും ലോക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. CMA CAT ത്രൂ വന്ന സ്റ്റുഡൻസിന് ഇൻ്റർമീഡിയറ്റിലെ ലോ ആൻഡ് എത്തിക്സ് എന്ന പേപ്പറിന് കിട്ടുന്ന എക്സംഷൻ വിത്ഡ്രോ ചെയ്തു എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിരുന്നു. അപ്പോൾ ഇനി ഈ ഒരു എക്സംഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുമോ? ഈ ഒരു എക്സംഷൻ വിത്ഡ്രോ ചെയ്തിരിക്കുന്നത് വിത്ത് എഫക്ട് ഫ്രം ഡിസംബർ 2024 എക്സാമിനേഷൻ ആണ്. അതായത് ഡിസംബർ 2024 എക്സാം തൊട്ട് നമുക്ക് ഈ ഒരു എക്സംഷൻ കിട്ടത്തില്ല. ഈ വരുന്ന ജൂൺ 2024 എക്സാമിന് നിങ്ങൾക്ക് ഈ ഒരു എക്സംഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇത്തവണ CAT പാസ്സായ സ്റ്റുഡൻസ് ആണെങ്കിലും ഇതിന് മുമ്പ് CAT പാസ്സായിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സംഷൻ ക്ലെയിം ചെയ്യാം. പക്ഷേ ഈ ഒരു ജൂൺ 2024 എക്സാമിന് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ലോ പേപ്പറിന് എക്സംഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സംഷൻ അവൈൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. ഇനി ഈ ഒരു എക്സംഷൻ ക്ലെയിം ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ലാസ്റ്റ് ഡേറ്റ് ഉണ്ടോ? അങ്ങനെ ഒരു ഡ്യൂ ഡേറ്റ് ഒന്നും ഇതുവരെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നോർമലി നമ്മൾ എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു എക്സംഷൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ജൂൺ 2024 എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഏപ്രിൽ 10 ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു എക്സംഷൻ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം. ഇനി ഈ ഒരു ഓൾഡ് സിലബസിൽ രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ അവരെ ന്യൂ സിലബസിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ CAT ത്രൂ വന്നതാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു എക്സംഷൻ അവൈൽ ചെയ്യാനായിട്ട് സാധിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിൻ്റെ കേസിൽ ഫസ്റ്റ് നിങ്ങൾ ന്യൂ സിലബസിലേക്ക് കൺവേർട്ട് ചെയ്യുക. ആ ഒരു കൺവേർഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയ ശേഷമായിരിക്കണം നിങ്ങൾ ലോക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. CAT ത്രൂ വന്ന സ്റ്റുഡൻസിന് ഇൻ്റർമീഡിയറ്റിൽ ലോ എക്സംഷൻ എങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടത്, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്? ഈ ഒരു എക്സംഷൻ നിങ്ങൾ ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിൻ്റെ ഫീസ് വരുന്നത് ഒരു 1000 rupees ആണ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ, അതായത് ICMAI.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക. യൂസർ ID നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും പാസ്വേഡ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ആണ് വരുന്നത്. അപ്പോൾ അത് വെച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സബ്ജക്റ്റ് എക്സംഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിൽ കയറി നിങ്ങളുടെ CATൻ്റെ പാർട്ട് 1 മാർക്ക് ഷീറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ ഫോട്ടോ, സിഗ്നേച്ചർ, മറ്റ് ഡീറ്റെയിൽസും കൊടുത്തിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ ഈ ഒരു എക്സംഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അവരത് വെരിഫൈ ചെയ്ത ശേഷം കൺഫർമേഷൻ മെയിൽ നിങ്ങളുടെ മെയിൽ ID വരുന്നതുമാണ്. ഇനി നമുക്ക് ഈ ഒരു എക്സംഷൻ എങ്ങനെ ക്ലെയിം ചെയ്യാം, അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു എക്സംഷൻ ക്ലെയിം ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ, അതായത് CMA കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന ICMAയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുക. ഗൂഗിളിൽ ജസ്റ്റ് ICMA എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ www.icmai.in. ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത്. അപ്പോൾ അതിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്ന ഫസ്റ്റ് പേജ് ഇതാണ്. അപ്പോൾ അതിൽ നമുക്ക് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റുഡൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോകും. അതിൽ നമ്മൾ സ്റ്റുഡൻസ് കണക്ട് പോർട്ടൽ ആ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. സ്റ്റുഡൻസ് കണക്ട് പോർട്ടൽ നമ്മൾ ഓപ്പൺ ആകുമ്പോൾ നമുക്കൊരു പേജ് വരും. അതിൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സെക്കൻഡ് സെക്ഷൻ ആണ്. അതിൻ്റെ താഴെ നമുക്കൊരു സബ്ജക്ട് എക്സംഷൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ ഓൺലൈൻ
ഓൺലൈൻ സ്റ്റുഡൻറ്റ് ഫെസിലിറ്റിയിലേക്കാണ്. അവിടെ ഫസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട യൂസർ നെയിം എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ യൂസർ നെയിം വരുന്നത്. ഇനി പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ അതും കൊടുത്തിട്ട് എന്ത് ചെയ്യുക, സൈൻ ചെയ്യുക. സൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വരും. അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് സബ്ജക്ട് എക്സംഷൻ ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ സബ്ജക്ട് എക്സംഷൻ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സംഷൻ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമുക്ക് 3 പേജസ് ആണ് വരിക. ഫസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കാം. അതിൽ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ്, അഡ്രസ് ഡീറ്റെയിൽസ്, കുറേ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. വരാത്ത കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. ദെൻ എക്സംഷൻ ഡീറ്റെയിൽസ് കൊടുക്കുക. എക്സംഷൻ ഡീറ്റെയിൽസിൽ ഫസ്റ്റ് സിലബസ് 2022 സെലക്ട് ചെയ്യുക. ഇനി 2016 സിലബസിൽ രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് 2022ലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ലോഡ് എക്സംഷൻ അപ്ലൈ ചെയ്യാനായിട്ട്. ദെൻ ക്വാളിഫിക്കേഷൻ കാറ്റ് സെലക്ട് ചെയ്യുക. അതുപോലെ ഡേറ്റ് ഓഫ് പാസിങ്ങും ഇയർ ഓഫ് പാസിങ്ങും കൊടുക്കുക. ദെൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ഒരു പേജിലേക്ക് പോകും. അവിടെ നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ അത് JPG ഓർ JPG ഫോർമാറ്റിലായിരിക്കണം. അതുപോലെ ഇവർ പറഞ്ഞിട്ടുള്ള സൈസിലും കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുക. എന്നാൽ മാത്രം അത് അപ്ലോഡ് ആകുക, എന്നാൽ മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ക്യാറ്റിൻ്റെ മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റും PDF ഫോർമാറ്റിൽ അവിടെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത സ്റ്റുഡൻസ്, ഇപ്പോൾ റീസെൻ്റ്ലി ക്യാറ്റ് എഴുതിയ സ്റ്റുഡൻസിനൊന്നും സർട്ടിഫിക്കറ്റ് എന്തായാലും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട. നമ്മുടെ ആ ഒരു റിസൾട്ട് വരുമ്പോൾ ഉള്ള ആ ഒരു മാർക്ക് ഷീറ്റ് ഉണ്ടല്ലോ, അത് പ്രിൻ്റ് എടുത്തിട്ട് ആ ഒരു PDF നമുക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത ശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ നമുക്കൊരു പേയ്മെൻറ്റ് പേജ് വരും. അവിടെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് വരുന്നത് ഒരു 1000 rupees ആണ്. ദെൻ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പ്രോസസ്സ് സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ മാക്സിമം വിത്തിൻ 1 വീക്കിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അത് അവർ വെരിഫൈ ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണ്, നിങ്ങൾക്ക് ലോ എക്സംഷൻ ഓക്കെ ആയിട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു എക്സംഷൻ്റെ ആ ഒരു കൺഫർമേഷൻ വരും. അപ്പോൾ ഈ ഒരു ജൂൺ 2024 എക്സാമിലേക്ക് കൂടി മാത്രമായിരിക്കും നമ്മുടെ ക്യാറ്റ് സ്റ്റുഡൻസിന് ഈ ഒരു എക്സംഷൻ കിട്ടുക. അപ്പോൾ ക്യാറ്റ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഒരു പേപ്പർ നിങ്ങൾ എഴുതണ്ട, വെറുതെ എക്സംഷൻ കിട്ടുകയാണ്. അപ്പോൾ ഇതിന് എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ എന്തായാലും അപ്ലൈ ചെയ്യുക. ഈ ഒരു ജൂൺ എക്സാം കൂടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാക്സിമം ജൂണിൽ തന്നെ പാസ്സാകുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. കാരണം നമ്മളൊരു പേപ്പർ പഠിക്കേണ്ട, ബാക്കി 3 സബ്ജക്ട്സ് പഠിച്ചാൽ മതി. അപ്പോൾ എക്സംഷൻ ഉള്ള സ്റ്റുഡൻസ് ഒക്കെ അത് അപ്ലൈ ചെയ്ത് ക്ലെയിം ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇനി ഈ ഒരു ഗ്രൂപ്പ് 1ൻ്റെ കേസിൽ നമുക്ക് ഈ ഒരു ജൂൺ 2024 എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങളുടെ സിലബസിലെ ഈച്ച് ആൻഡ് എവറി ടോപ്പിക്സ് ഏറ്റവും ബേസ് ലെവലിൽ നിന്ന് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഹൈ ക്വാളിറ്റി ക്ലാസ്സുകളാണ് വരുന്നത്. നോട്ട്സ്, എക്സാം പ്രാക്ടീസ്, ഡൗട്ട് ക്ലിയറിംഗ് സപ്പോർട്ട് തുടങ്ങിയ എല്ലാം അതിൽ അവൈലബിൾ ആയിരിക്കും. ഗ്രൂപ്പ് 1ലെ എല്ലാ സബ്ജക്റ്റിനെയും ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. CA, CMA, CS ക്വാളിഫൈഡ് ഫാക്കൽറ്റീസ് തന്നെയാണ് നമ്മുടെ ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആ ഒരു ക്ലാസ്സസിൻ്റെ ഡീറ്റെയിൽസ് അറിയാനോ അതിൻ്റെ ഡെമോ വീഡിയോസ് നിങ്ങൾക്ക് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഡെമോ വീഡിയോസ് ഫ്രീ ആയിട്ട് കാണാനോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ താഴെ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം. ആ ഒരു ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡെമോ വീഡിയോസ് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു എക്സംഷനായിട്ടും ക്ലാസ് ആയിട്ടും റിലേറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇൻഫോം ചെയ്യാം കേട്ടോ.